ഒരിക്കൽ ഒരു കൃഷിയിടത്തിൽ ഒരമ്മ താറാവ് തൻ്റെ മുട്ടകൾക്ക് അടയിരിക്കുകയായിരുന്നു. മുട്ടകളെല്ലാം വിരിഞ്ഞ് ഓമനകളായ മഞ്ഞ താറാവ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. എന്നാൽ കൂട്ടത്തിൽ അല്പം വലിയൊരു മുട്ടയും ഉണ്ടായിരുന്നു. അത് അവസാനമാണ് വിരിഞ്ഞത്. അത് വിരിഞ്ഞു പുറത്തു വന്ന താറാവ് കുഞ്ഞാവട്ടെ ചാരനിറത്തിലുള്ള തൂവലുകളുള്ള വിരൂപനായ ഒരുവനായിരുന്നു. വിരൂപനായ താറാവെന്ന് വിളിച്ച് അവനെ കൃഷിയിടത്തിലുള്ള മറ്റു താറാവുകൾ കളിയാക്കി. അവൻ താറാവ് തന്നെയാണോ എന്നുവരെ അവർ സംശയിച്ചു. അവനെ ഉപേക്ഷിക്കുവാൻ വരെ അവർ അമ്മ താറാവിനോട് പറഞ്ഞു. എന്നാൽ അമ്മ താറാവ് അതിന് തയ്യാറായില്ല. മറ്റു താറാവ് കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ അവനും നീന്താൻ കഴിയുന്നുണ്ടെന്നും അതുകൊണ്ട് അവനും താറാവ് തന്നെയാണെന്ന് അവൾ പറഞ്ഞു. മറ്റുള്ളവരുടെ കളിയാക്കലുകൾ സഹിക്കാനാവാതെ കൃഷിയിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിരൂപനായ താറാവ് തീരുമാനിച്ചു. അവൻ ഗ്രാമത്തിലൂടെ യാത്ര തിരിച്ചു. കാലാവസ്ഥയും വളരെ മോശമായിരുന്നു. ഭക്ഷണം കണ്ടുപിടിക്കാൻ അവന് വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു. അവൻ മറ്റൊരു കൃഷിയിടത്തിലെത്തിയെങ്കിലും അവിടെയുള്ള താറാവുകളും അവനോട് മോശമായി തന്നെയാണ് പെരുമാറിയത്. കാണാൻ വിരൂപനായ അവനെ അവരും കൂട്ടത്തിൽ കൂട്ടിയില്ല. ഒറ്റയ്ക്ക് അലഞ്ഞു നടക്കുന്ന വിരൂപനായ താറാവിനെ ഒരു കർഷകൻ കാണുവാനിടയായി. അയാൾ അവനെയും എടുത്ത് വീട്ടിലേക്ക് പോയി. കർഷകന്റെ ഭാര്യയ്ക്ക് താറാവിനോട് അലിവ് തോന്നിയെങ്കിലും അയാളുടെ പൂച്ചകൾക്ക് അവനെ തീരെ ഇഷ്ടമായില്ല. പൂച്ചകൾ അവനെ പേടിപ്പിച്ചോടിച്ചു. ശേഷം വിരൂപനായ താറാവ് ഒരു വൃദ്ധയുടെ വീട്ടിലെത്തി. താറാവ് ഉടനെ മുട്ടയിടുമായിരിക്കുമെന്ന് കരുതി വൃദ്ധ അവനെ വളർത്തുവാൻ തുടങ്ങി. എന്നാൽ അല്പദിവസം കഴിഞ്ഞു പോയപ്പോഴേക്കും താറാവ് മുട്ടയിടുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതോടെ വൃദ്ധയും അവനെ ഉപേക്ഷിച്ചു. നിരാശനായ താറാവ് വീണ്ടും പെരുവഴിയിലായി. കഠിനമായ മഞ്ഞുകാലം വന്നെത്തി. പാവം താറാവ് കുഞ്ഞ് എങ്ങനെയൊക്കെയോ മഞ്ഞുകാലം തരണം ചെയ്തു. മഞ്ഞുകാലം കഴിഞ്ഞപ്പോഴേക്കും അവൻ വളർന്നു വലുതായിരുന്നു. അവനൊരു പുഴക്കരയിൽ നിൽക്കുമ്പോൾ മനോഹരങ്ങളായ അരയന്നങ്ങൾ പുഴയിൽ നീന്തുന്നത് അവൻ കണ്ടു. അവരോടൊപ്പം ചേരണമെന്ന് അവന് അതിയായ ആഗ്രഹം തോന്നി. അവനും പുഴയിലിറങ്ങി നീന്തുവാൻ തുടങ്ങി. അരയന്നങ്ങളെ നോക്കി 2 കുട്ടികൾ പുഴക്കരയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവരിൽ ഒരാൾ പറഞ്ഞു, "നോക്കൂ, എന്ത് ഭംഗിയാണ് ആ അരയന്നങ്ങളെ കാണാൻ." ഇത് കേട്ട രണ്ടാമത്തെ കുട്ടി പറഞ്ഞു, "അതാ, അവരുടെ കൂട്ടത്തിൽ ഒരു പുതിയ അരയന്നം കൂടിയുണ്ട്. അവനാണ് കൂട്ടത്തിൽ ഏറ്റവും സുന്ദരൻ." തൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ടാണ് കുട്ടികൾ സംസാരിക്കുന്നതെന്ന് വിരൂപനായ താറാവിന് മനസ്സിലായി. അവൻ പുഴയിലെ വെള്ളത്തിൽ തൻ്റെ പ്രതിബിംബം നോക്കി. അപ്പോൾ കണ്ട കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു. താൻ യഥാർത്ഥത്തിൽ വിരൂപനായ ഒരു താറാവല്ലായിരുന്നെന്നും ഒരു അരയന്നത്തിൻ്റെ കുഞ്ഞായിരുന്നെന്നും അതുകൊണ്ടാണ് താൻ മറ്റുള്ള താറാവ് കുഞ്ഞുങ്ങളിൽ നിന്നും വ്യത്യസ്തനായിരുന്നതെന്നും അവന് മനസ്സിലായി. വളർച്ച പൂർത്തിയായപ്പോൾ താനും മനോഹരമായ ഒരു അരയന്നമായി മാറിയിരിക്കുന്നു. അവൻ്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. മറ്റുള്ള അരയന്നങ്ങൾ നീന്തി അവൻ്റെ അരികിലെത്തി അവനോട് ചങ്ങാത്തം കൂടി. തൻ്റെ യഥാർത്ഥ ചങ്ങാതിമാരെ കണ്ടുപിടിച്ച അരയന്നം പിന്നീടുള്ള കാലം അവരോടൊപ്പം സന്തോഷമായി ജീവിച്ചു.